ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 60, ശ്ലോകം 3-4. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 3. ഇതി മാസമുപാഖിതാവൃതാഃ തരളാക്ഷീർ അവിവീക്ഷ്യദാ ഭവാൻ കരുണാമൃദുലോ നദീതനം സമയാസീത്തനുഗ്രഹേച്ഛയാ. അന്വയം അർത്ഥം. ഭവാൻ അവിടുന്ന്, ഇതി ഇപ്രകാരം, മാസം ഒരു മാസം, ഉപാഹിത വ്രതാനുഷ്ഠാനത്തോടു കൂടിയവരായി, താഹ ആ തരളാക്ഷി സുന്ദരിമാരായ ഗോപികമാർ, അഭിവീക്ഷ്യ അഭിമുഖം കണ്ടിട്ട്, കരുണാമൃദുല കരുണ കൊണ്ട് ആർദ്രനായി, തദനുഗ്രഹേച്ഛയ അവരെ അനുഗ്രഹിക്കാൻ ഇച്ഛയോടുകൂടി, നദീതടം യമുനാ തീരത്തിലേക്ക് സമയാസീൻ ഗമിച്ചു. ഹരിയോ. സാരം: ഇപ്രകാരം ഒരു മാസം വ്രതമനുഷ്ഠിച്ച ഗോവ വനിതമാരെ കണ്ട് കരുണാർദ്രനായ ഭഗവാൻ അവരെ അനുഗ്രഹിക്കാൻ യമുനാ തീരത്തിലേക്ക് ഗമിച്ചു. ഹരിയോ. ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 4. നിയമവാസിതൗ നിജാംബരം തടസീമന്യപമുച്യതാസ്തദാ യമുനാജലാഖേലനാകുല പുരതസ്ത്വാം അവലോക്യ ലജ്ജിതാഃ. അന്വയം അർത്ഥം. അവർ നിയമാവസിതവും വ്രതം അവസാനിച്ച, തഥാ ആ സമയത്തെ, നിജാംബരം തങ്ങളുടെ വസ്ത്രം, തടസീമനി തീരത്തിൽ, അവമുച്യ അഴിച്ചുവെച്ചിട്ട്, യമുനാജല ഖേലനാകുല യമുനാജലത്തിൽ കുളിക്കാൻ ആവേശമുള്ളവരായി, പുരതത്വം മുമ്പിൽ അങ്ങയെ, അവലോക്യ കണ്ടിട്ട്, ലജ്ജിതാഹ ലജ്ജിതരായി തീർന്നു. ഹരിയോ. സാരം: വൃതാവസാനം യമുനാജല ക്രീഡയ്ക്കായി വസ്ത്രമഴിച്ച് ജലത്തിലെത്തിയ ഗോപ വനിതമാർ ഭഗവാനെ കണ്ട് ലജ്ജിതരായി തീർന്നു. ഹരിവോ.